ഹായ്, അങ്ങനെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ലാലേട്ടന്റെ പ്രൊമോ വന്നിരിക്കുകയാണ്. എല്ലാവരും കാത്തിരുന്ന പ്രൊമോ ഒന്നല്ല, 2 പ്രൊമോ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ പ്രൊമോയിൽ നമ്മുടെ ലാലേട്ടൻ കറുത്ത മുണ്ടും ഷർട്ടുമൊക്കെ ഇട്ടിട്ട് ഇനി കളികളൊന്നും ഇവിടെ നടക്കൂല, എല്ലാ കാർഡുകളും മടക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ പ്രൊമോയില് അതിഗംഭീരമായ സ്റ്റേജ് കാണിക്കുന്നുണ്ട്. നമ്മുടെ സെറ്റ് അല്ല, സ്റ്റേജ് കാണിക്കുന്നുണ്ട്. അതില് എല്ലാ കണ്ടസ്റ്റൻസ് ഡാൻസ് കളിച്ച് വരുന്നതും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള നമ്മുടെ ലാലേട്ടന്റെ എൻട്രി ആണ്. എമ്പുരാനേ എമ്പുരാനേ എന്ന് പറഞ്ഞ് നമ്മുടെ ലാലേട്ടൻ വാർത്ത കൊണ്ടും വേർത്തൊക്കെ ഇട്ടുകൊണ്ടൊരു വരക്കോ സൂപ്പർ. ഇങ്ങനെയാണെങ്കിൽ മോനെ ഈ സീസൺ നല്ല രീതിയിൽ കത്തുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. നമുക്ക് നമ്മുടെ മത്സരാർത്ഥികൾ വീട്ടിനകത്തോട്ട് കയറിയ കാര്യം നോക്കാം. അതായത് നമ്മുടെ ആദ്യം ആ വീട്ടിലേക്ക് കയറിയത് നമ്മുടെ സ്വന്തം കോമണറാണ്. കോമണറിനെ അനീഷ്, ഞാൻ പറഞ്ഞല്ലോ അനീഷിന്റെ കാര്യം. അനീഷാണ് ആദ്യം ആ വീട്ടിലോട്ട് കാല് വെച്ച് കയറുന്നത്. എന്താ ഐശ്വര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വട്ടം കത്തിക്കുമോ, റേറ്റിംഗ് കൂട്ടുമോ എന്നൊക്കെ. സോ പുള്ളിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, സ്ത്രീവിരുദ്ധത കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ഓക്കെ, രണ്ടാമതായിട്ട് ആ വീട്ടിലോട്ട് കയറിയത് നമ്മുടെ സ്വന്തം അനുമോളാണ്. ഫ്ലവേഴ്സിലെ അനുമോളാണ്. അനുമോൾ അനുഗ്രഹം അന്ന് ലാലേട്ടന്റെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അനുമോൾ എങ്ങനെ മത്സരമിക്കുമെന്ന്. അതുപോലെ മൂന്നാമത് നമ്മുടെ ആര്യൻ കത്തോരിയാണ് മോഡല്. പുള്ളി ഞാൻ പറഞ്ഞല്ലോ ഒരു ലവ് ട്രാക്ക് പിടിക്കാനുള്ള സാധ്യത ഉള്ള ഒരാളാണ്, ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ നാലാമത് കയറി നമ്മുടെ കലാഭവൻ ശാരികയാണ്. ശാരികയും അത്യാവശ്യം നല്ല രീതിയിൽ എൻട്രിയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം, അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് കലാഭവൻ ശാരിക. ചിലപ്പം കത്തിക്കാം. പിന്നെ അടുത്തത് കയറി അഞ്ചാമത് കയറിയത് RJ ബിൻസിയാണ്. ബിൻസിയും നമുക്ക് നോക്കാം എന്താണെന്ന് അവരുടെ ക്യാരക്ടർ. അതുപോലെ പിന്നെ നമ്മുടെ അക്ബർ ഖാനാണ് കയറിയത്. പിന്നെ ഒനീൽ സാബു കയറി. പിന്നെ നമ്മുടെ അഭിശ്രീയെ പറ്റിയിട്ട് പറയാനായിട്ടൊരു കാര്യമുണ്ട്. അഭിശ്രീക്ക് കാല് വയ്യാത്ത ഒരാളാണ്, അത്രയ്ക്ക് അല്ല, പക്ഷെ പുള്ളി ഒന്നൊന്നര ഡാൻസറാണ് കേട്ടോ. പുള്ളി അതിന്റെ ഒരു കയ്യായികയൊന്നും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഗെയിമിലും അല്ലാതെ മത്സരം ഇതിനൊക്കെ കാണിക്കുമെന്ന്. പുള്ളി സൂപ്പർ ഡാൻസറാണ്. നമുക്ക് പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എൻട്രിയിലൊക്കെ നല്ല അടിപൊളി പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയോ എങ്ങനെ ഉണ്ടാവും അഭിശ്രീന്ന്. അതുപോലെ അടുത്ത് നമ്മുടെ ബിന്നി സെബാസ്റ്റ്യൻ സീരിയൽ ആക്ടർ. പിന്നെ നമ്മുടെ രേണു ഫാത്തിമ, ഓക്കെ സോറി റീന ഫാത്തിമയാണ് പിന്നെ കയറി. ഞാൻ പറഞ്ഞില്ല ഇന്ന് പറഞ്ഞ അപ്ഡേറ്റ്, പുതിയ പെൺകൊച്ച് പുള്ളിക്കാരിയാണ് കയറിയേക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ബിഗ് ബോസിലെ താരമാണ് കേട്ടോ. അതുപോലെ പിന്നെ നമ്മുടെ നിവിൻ കയറിയിട്ടുണ്ട്. പിന്നെ ഷാനവാസ്, പിന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഈ വട്ടത്തെ അച്ഛൻ ക്യാരക്ടർ ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ വട്ടം ശ്രദ്ധിച്ചോ, നിങ്ങൾക്കൊരു അമ്മ ക്യാരക്ടർ ആരെയും കിട്ടിയിട്ടില്ല. ഇനി അത് ആര് ശാരിക എടുക്കൂ എന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം. എന്തായാലും മുൻഷി രഞ്ജിത്ത് നമ്മുടെ ഒരു അച്ഛൻ ക്യാരക്ടർ ഉപദേശിച്ച് കുലപുരുഷനായ അച്ഛനായിരിക്കാം, നോക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ നോറ ആദില, അത് ഞാൻ നിങ്ങളുടെ രാവിലെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ. അവര് എങ്ങനെയാണ് അവരെ കയറ്റാൻ പോകണമെന്ന് അറിയില്ല എന്ന്. രണ്ടുപേരാണോ ഒരാളാണെന്ന്. പക്ഷെ രണ്ടുപേരും കയറിയിട്ടുണ്ട്. പക്ഷെ ഒറ്റ മത്സരാർത്ഥിയായിട്ടായിരിക്കും മത്സരിക്കുന്നത്, നമ്മുടെ ഫിറോസ് സജന പോലെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവര് രണ്ടുപേരും കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗിസേല്, ഇന്ന് വന്ന് ഞാൻ പറഞ്ഞ അപ്ഡേറ്റ്, ഗിസേല് കയറിയിട്ടുണ്ട്. ഹാഫ് മലയാളിയാണ്, പഞ്ചാബി പെൺകുട്ടിയാണ്. നോക്കാം മലയാളം എങ്ങനെയുണ്ട്, കുരിച്ചരിയുമോ. ഓക്കെ, അതുപോലെ നമ്മുടെ സൈത്യ സന്തോഷാണ് അത് കഴിഞ്ഞ് കയറിയത്. പിന്നെ നമ്മുടെ രേണുസുതി സെക്കൻഡ് ലാസ്റ്റ് ആണ് രേണുസുതി കയറിയേക്കുന്നത്. രേണുസുതി അവസാനം കയറാനൊക്കെ ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. സുചേട്ടന്റെ പെട്ടിയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം രേണുസുതി എങ്ങനെ ഇരിക്കുന്നു. പക്ഷെ രേണുസുതി ഞാൻ പറഞ്ഞല്ലോ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഇന്ന് കഴിഞ്ഞ് നാളത്തെ വീഡിയോയിൽ, ഇന്ന് വൈകിട്ടത്തെ പ്രൊമോയിൽ കാണാം, നാളെ ടെലികാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നോക്കൂ. പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ അപ്പാനി ശരത്താണ് കയറിയിരിക്കുന്നത്. ഇതിൽ എത്ര പേര് നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങൾ എത്ര പേര് ഇതിനകത്ത് പൊട്ടിക്കുന്ന, അതായത് നല്ല രീതിയിൽ ബിഗ് ബോസ് കത്തിക്കുന്ന എത്ര പേര് കാണും, പൂച്ചകൾ എത്ര പേര് കാണും. പിന്നെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു കാർഡുകളൊന്നും ഇറങ്ങിയില്ലെങ്കിൽ, ഒരു കാർഡുകളും കാര്യങ്ങളും ഒന്നും ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അതിന്റെ ഗെയിം പ്ലാൻ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളെ പോലെ ഞാനും കാത്തിരിക്കുകയാണ് ടെലികാസ്റ്റിനായിട്ട്. ഉടനെ ടെലികാസ്റ്റ് ഇപ്പൊ തുടങ്ങാറായിട്ടുണ്ട്. സോ അതിന് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.